ബിജേട്ടാ നമസ്കാരം. നമ്മുടെ റഷ്യ യുക്രൈനിൽ വലിയ രീതിയിൽ ഒരു തിരിച്ചടി നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, യുക്രൈൻ റഷ്യയിലെ 1000 സ്ക്വയർ കിലോമീറ്റർ അകത്തേക്ക് വലിയ രീതിയിൽ തിരിച്ചടിച്ച് മുന്നോട്ട് കയറി എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പങ്കുവച്ചതാണ്. പക്ഷെ ഇപ്പൊ വരുന്ന വാർത്തകൾ റഷ്യ അതിലും വലിയ തിരിച്ചടി അങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ഉയരുന്നത്, നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ കൂടുകയാണ് എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, റഷ്യ ഇപ്പോൾ പല ഭാഗങ്ങളും യുക്രൈനെ പിടിച്ചെടുത്തു കഴിഞ്ഞു, യുക്രൈനെ ലാൻഡ് ലോക്ക് ആക്കി കഴിഞ്ഞു. ഇനി ഒഡേസ തുറമുഖം, അതായത് ബ്ലാക്ക് സീ വഴി അമേരിക്കയ്ക്ക് ഒഡേസ തുറമുഖത്തിൽ ഇനി ഇവർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ആ പോർട്ട് കൂടെ പിടിച്ചു കഴിഞ്ഞാൽ റഷ്യ ഇതിൽ നിന്നും പിന്മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അമേരിക്ക സമ്മതിക്കുന്നില്ല. അതൊരു ഞെറയ്ക്കുണ്ട്. കാരണം അമേരിക്കയ്ക്ക് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകേണ്ടത് ഒരു അനിവാര്യതയാണ് എന്നുള്ളതാണ് പല നയതന്ത്ര വിദഗ്ധരും പറയുന്നത്. കാരണം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് ട്രംപ് വരാതിരിക്കാനായിട്ട് വലിയ രീതിയിലുള്ള പണികൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ട്രംപ് വരാതിരിക്കാനായി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നാറ്റോയും റഷ്യയും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകും എന്നുള്ള പ്രതീതി ജനിപ്പിച്ച് അമേരിക്കയുടെ ഇലക്ഷൻ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ഒരു പരിപാടി നടത്തുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷെ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി പോളണ്ടിലേക്കൊക്കെ പോയത്. പോളണ്ട് ആണ് യൂറോപ്പിന്റെ ഗേറ്റ് വേ. റഷ്യയെ നാറ്റോയ്ക്ക് അടിക്കണമെങ്കിൽ പോളണ്ട് വഴി ഒരു ഓപ്പണിംഗ് ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം എന്ന് കഴിയും എന്നുള്ളതാണ് എന്റെ ഒരു ഊഹം വെച്ചിട്ട്. ഈ ഒഡേഷ തുറമുഖം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ റഷ്യ ഒന്ന് അടങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ യുക്രൈന് പിന്നിൽ അമേരിക്ക വലിയ രീതിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു, യുക്രൈനെ പ്രകോപിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് തോന്നുന്നത്? ഇപ്പോ നമ്മുടെ ലേറ്റസ്റ്റ് വാർത്ത, ഇപ്പൊ റഷ്യ ഉക്രൈനിൽ ശക്തമായ ആക്രമണം നടത്തുന്ന അവരുടെ ടൗണുകളെല്ലാം പിടിച്ചെടുക്കുന്ന വാർത്ത ഒരാഴ്ചയായിട്ട് ഉള്ള വാർത്തയാണ്. ഏറ്റവും അതെ അതെ ലേറ്റസ്റ്റ് അതെ ആയിട്ട് അതെ. വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പോക്കോവസ് എന്ന് പറയുന്ന ഉക്രൈന്റെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ്. ഈ നഗരത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊക്കോവസ്കിലാണ് ഇവരുടെ ഉം, പ്രധാനപ്പെട്ട സൈനിക ഡിപ്പോയും സൈനിക താവളവും, ഒപ്പം തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട റെയിൽ റോഡ് ശൃംഖല എല്ലാം എത്തുന്ന സ്ഥലവുമാണ്. ഇതിന്റെ തൊട്ടടുത്ത് റഷ്യൻ സേന എത്തിയതായിട്ട് ഉക്രൈൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് കിലോമീറ്ററുകൾക്ക് അടുത്ത് വരെ അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സെലൻസ്കി പറഞ്ഞത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പറയുന്ന ഉം, ഈ, ആ, പൊക്കോവസ്ക് എന്ന് പറയുന്ന ആ സ്ഥലം വീണാൽ അതോടുകൂടി ഉക്രൈൻ ഉം, ഏതാണ്ട് തീർന്നു. കാരണം അവരുടെ മുന്നണി മുഴുവൻ ഉം, അതോടുകൂടി തകരുകയാണ്. ഇതാണ് ഉം, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഇന്ന് പുലർച്ചെ നാം കേട്ട ഒരു വാർത്ത, ഈ ഉക്രൈനിലെ ഉം, ഒരു ഡ്രോണ് റഷ്യയുടെ ആണവ നിലയത്തിന് സമീപം വീണു എന്നാണ്. തീ പിടിച്ചിട്ടുണ്ടെന്നൊരു വാർത്ത കൂടി വരുന്നു. അത് വരികയാണ്, ആ ഉം, വാർത്തയാണെങ്കിൽ അല്പം ഡേഞ്ചർ ആണ് ആ സാധനം. ഉം, കാരണം ആണവ നിലയങ്ങൾ, കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ യുദ്ധത്തിൽ നമുക്കറിയാം റഷ്യയുടെ കയ്യിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങളുണ്ട്, വൻ മാരക ശക്തിയുള്ള ആയുധങ്ങളുണ്ട്. അതിനകത്ത് ഒന്നുപോലും അവർ ഇന്ന് വരെ ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ധനുഷിന് അറിയാവുന്ന കാര്യമാണ്. അതെ. അതെന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ട് രാജ്യങ്ങളും ആണവ നിലയങ്ങളാൽ സമ്പുഷ്ടമായ രാജ്യങ്ങളാണ്. ഇതെവിടെങ്കിലും ലക്ഷ്യം ഉം, തെറ്റിക്കഴിഞ്ഞാൽ അത് ലോകത്തിന് മുഴുവൻ നാശം വിതയ്ക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ കേൾക്കുന്ന വാർത്ത വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. റഷ്യയുടെ ഒരു ഉം, ഊർജ പ്ലാന്റിന് സമീപം ഡ്രോൺ ആക്രമണം എന്നാണ്. അത് തീപിടുത്തം ഉണ്ടായെന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കുക, ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് വലിയ വില ഈ ലോകം കൊടുക്കേണ്ടി വരും. ഈ ഉക്രൈനും റഷ്യ മാത്രമല്ല ഉം, ചെയ്യേണ്ടി വരും. റഷ്യയെ സംബന്ധിച്ച് എന്ന് ഉം, പറഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു ചോദ്യം ധനുഷ് ചോദിച്ചിരുന്നു, നരേന്ദ്രമോദി വന്നതിന് ശേഷം, ഉം, പോയി വന്നതിന് ശേഷമാണ് ആക്രമണം കഴിഞ്ഞത്. ഞാനിത് മുൻപും പറഞ്ഞിട്ടുണ്ട് ചർച്ചയിൽ. ഉം, ഇതൊരു കലാശക്കൊട്ടാണ് ഇപ്പോൾ ഉം, നടക്കുന്നത്. ഈ കലാശക്കൊട്ട് എന്ന് പറയുമ്പോൾ ഉം, എല്ലാ യുദ്ധത്തിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അതായത് രണ്ട് ഉം, രാജ്യങ്ങൾ ഏറ്റുമുട്ടുകയും അവസാനത്തെ ഒരു അടി, അതായത് കൂടുതൽ നമ്മുടെ ഇന്ത്യയും ഒക്കെ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാന്റെ കൂടുതൽ ഉം, പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും അവസാനം കരാർ അടിസ്ഥാനത്തിൽ ഒരു 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 കോംപ്രമൈസിലേക്ക് വരുമ്പോൾ അത് വിട്ടുകൊടുക്കുന്നതിലേക്കാകും ചർച്ചകൾ നീങ്ങുന്നത്. ഇതെല്ലാവരും ചെയ്യുന്ന ഒരു ഉം, കാര്യമാണ്. യുദ്ധത്തിനകത്ത് ഇന്ത്യയും പാകിസ്ഥാനോ അല്ലെങ്കിൽ അമേരിക്കൻ ജപ്പാനോ ഇങ്ങനെ വ്യത്യാസമില്ല. ഈ പണിയൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇവിടെ റഷ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഏതാണ്ട് റഷ്യ ഉം, ഉക്രൈനെ വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ നഗരങ്ങളൊക്കെ, ഉക്രൈൻ ഉം, നഗരങ്ങളൊക്കെ അവരുടെ കാൽപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു. അവർ റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി, കാരണം ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഈ റഷ്യ നടത്തിയ ആക്രമണങ്ങൾ അവരുടെ വെറും സാധാരണ ഒരു ഡ്രോൺ ആക്രമണമോ ഇല്ലെങ്കിൽ ഈ കരസേനയെ വെച്ചുകൊണ്ടുള്ള ചെറിയ ആക്രമണമൊന്നും ആയിരുന്നില്ല. അവരുടെ അറ്റാക്കിന്റെ വിഷ്വൽസ് ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ വ്യാപകമാണ് റഷ്യയുടെ ഒക്കെ. അവരത് വലിയ ഫൈറ്റർ ജെറ്റുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നല്ല മാരകമായ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആയുധങ്ങൾ തന്നെയാണ് ഉക്രൈനെതിരെ പ്രയോഗിക്കുന്നത്. ഇതിൽ ഉക്രൈൻ ശരിക്കും ഭയന്നിട്ടുണ്ട്.
ഇപ്പോൾ ഉക്രൈന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെങ്കിലും യുദ്ധം തീർക്കുക എന്നുള്ളത് ഉക്രൈന്റെ മാത്രം ഒരു വിഷയമായി മാറിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഉം. ധനുഷ് നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് ഇതിലൊരു താല്പര്യമുണ്ട്. ഈ ഇലക്ഷൻ നീട്ടിക്കൊണ്ടുപോകുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ കാണുന്നിടത്തെല്ലാം കയറി കിടന്ന് പണിയുന്നത്. ഇസ്രയേല് ഉം. ഇസ്രായേൽ എന്താണ് ഇപ്പൊ അവർ ചെയ്യുന്നത്? ഇസ്രായേൽ അവരുടെ ഒരു ബന്ധി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹമാസിന് ഒരു മുന്നറിയിപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഉം. ബന്ദികളൊക്കെ വീട്ടിലെ തിരിച്ചു. അപ്പൊ എല്ലായിടത്തും ഒരു ടെൻഷന്റെ ഒരു 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 സാഹചര്യം ഉണ്ടാക്കി വെക്കുക. അത് മൂലം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടെ നീട്ടുക. ഈ കുറച്ചുകൂടെ ഉം. ധൈര്യശാലികളാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ കേപ്പബിലിറ്റി ഉള്ളവരാണ് തങ്ങളെന്ന് കാണിക്കുവാനുള്ള ഈ കമലാ ഹാരിസിന്റെയും ഉം. കൂട്ടരുടെ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ ഒരു ശ്രമമായി തന്നെ വേണം കരുതാൻ. കാരണം ഇപ്പം ബൈഡൻ ആണ് ഭരിക്കുന്നത്, അവരുടെ പാർട്ടി തന്നെയാണ് ഭരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പൊ അതെ. കാണിക്കുന്ന ഈ അഭ്യാസങ്ങൾ. അപ്പൊ ട്രംപിലേക്ക് ഭരണം മാറുമെന്ന് ഇവരെല്ലാം ഭയക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ കാണിക്കുന്ന ഈ പേക്കൂത്തരങ്ങൾ എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇത് ഇനിയിപ്പോ സെലൻസ്കി ഇത് കേൾക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ലാതില്ല. കാരണം അവരെ ഉം. സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം അവരുടെ കൈപ്പിടിയിൽ നിന്ന് പോയി വലിയ രീതിയിലുള്ള ആക്രമണത്തെ അവർ നേരിടുന്നു. ഇച്ചിലൂടെ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഈ ഉക്രൈനിലുള്ള ജനങ്ങൾ സെലൻസിക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം വരും. അമേരിക്കയെ സംബന്ധിച്ച് നമ്പാൻ അതെ കൊള്ളില്ല. അതെ. അവരെപ്പോഴാണ് കൈവിട്ടിട്ട് പോകുന്നു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ആ രാജ്യം ഛിന്നഭിന്നമാവും. അത് സെലൻസ്കി നന്നായി ഭയക്കുന്നുണ്ട്. കാരണം റഷ്യ ഇത്തരത്തിലേക്ക് നീങ്ങുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. റഷ്യ ഇപ്പോൾ അവരുടെ ഉം. ഒരു ശക്തിയുടെ കുറച്ചെങ്കിലും ഒക്കെ പുറത്തെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും ഈ പറയുന്ന ഏത് നിമിഷവും ഒരുപക്ഷെ ഉക്രൈൻ തന്നെ അതിന്റെ ഒരു വലിയ ഭാഗം പിടിച്ചെടുത്താലും അല്ലെങ്കിൽ പിടിച്ചടക്കിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഇവിടെ അമേരിക്കയ്ക്ക് ഡയറക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അമേരിക്ക അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലെ നാറ്റോ സഖ്യോ ഡയറക്റ്റ് ആയിട്ട് ഈ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ റഷ്യ പിന്നെ ഒന്നും നോക്കത്തില്ല. ഉം. അവര് സംഹാര താണ്ഡവം ആടിയിട്ട് പോകുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, ലോകത്തിന് എല്ലാവർക്കും അറിയാം. കാരണം പുടിൻ എന്ന് പറയുന്നത് സാധാരണ ഒരു ഭരണാധികാരിയല്ല. ഭരണാധികാരിയല്ല. അതുകൊണ്ട് തന്നെ അത് പണ്ട് തൊട്ടേ പുള്ളി പറയുന്നുണ്ട്, ഇടപെട്ട കളി മാറുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും, പക്ഷെ അങ്ങനെ വരാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്ക മാത്രമല്ല തെരഞ്ഞെടുപ്പ്, ജർമ്മനി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ജർമ്മനിക്ക് സംബന്ധിച്ച് പറയണമെങ്കിൽ റഷ്യയെ പിണക്കിക്കൊണ്ട് അവർക്ക് ജീവിതകാലത്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം അവരുടെ അടുപ്പ് പുകയണമെങ്കിൽ റഷ്യ എന്നുള്ള ഗ്യാസ് വേണം. ഇപ്പൊ ഈ ഗ്യാസും പെട്രോളും എല്ലാം വരുന്നത് ഇന്ത്യ വഴിയാണ്. ഇന്ത്യയെ കൊണ്ടിരുന്നു, ഇന്ത്യയിൽ അതിന്റെ പിന്നെ ശുദ്ധീകരണം നടക്കുന്നു, പല വകുപ്പായിട്ട് നമ്മൾ അത് കയറ്റിവിടുന്നു. ഇതിനി മുമ്പോട്ട് അധികം പോകാൻ കഴിയില്ല. കാരണം ഗ്യാസ് ഒക്കെ പൈപ്പ് ലൈൻസ് ആണ് ഉള്ളത്. എവിടെയാണ്? ഈ റഷ്യ ടു ജർമ്മനി ഉള്ളത്. അപ്പം ഇത് ഒക്കെ പെട്ടെന്ന് അറുത്തുമുറിച്ച് കളഞ്ഞ് അവർക്കെങ്ങും പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ പിന്നെ പല യൂറോപ്യൻ കൺട്രീസിലും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു പ്രധാന കേന്ദ്രം റഷ്യയാണ്. അതൊക്കെ കളഞ്ഞിട്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഈ അമേരിക്കയുടെ ഈ ഒരൊറ്റ ധാർഷ്ട്യത്തിന് മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ ഈ തൽക്കാലത്തേക്കുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടോ നിന്നു കൊടുക്കുമെന്ന് തോന്നുന്നില്ല ഇവരൊന്നും. അപ്പൊ ഏതായാലും ഈ അവസാനത്തെ അടിയാണ് അടിക്കുന്നത്. അതായത് ഇത്രയും നാൾ നാം കേട്ട വാർത്തകൾ ഈ റഷ്യയുടെ ഭൂമി പിടിച്ചെടുക്കുന്നതും റഷ്യക്കെതിരെ ഉക്രൈൻ നടത്തുന്ന നീക്കങ്ങളും വലിയ വിജയം കാണുന്നു എന്നുള്ളതാണെങ്കിൽ ആ കഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ കഥ തിരിഞ്ഞു വീണിരിക്കുന്നു. ഏതാണ്ട് ഇപ്പൊ വാർത്തകളൊന്നും, പ്രത്യേകിച്ച് അമേരിക്കൻ മീഡിയാസുകളൊന്നും തന്നെ ഇത്തരം വാർത്തകളെ ഇപ്പൊ കൊടുക്കുന്നില്ല. വളരെ കുറച്ച് മാത്രമാണ് അവർ കൊടുക്കുന്നത്. കാരണം ഉക്രൈന്റെ മുന്നേറ്റം സ്ഥിരം കൊടുത്തുകൊണ്ടിരുന്ന BBC അടക്കമുള്ള CNN അടക്കമുള്ള മാധ്യമങ്ങളൊന്ന് പരതി നോക്കൂ. അതിനകത്ത് വലുതായിട്ട് ഉം. റഷ്യൻ യുടെ അല്ല, ആ അതില് ഒരു ഇത് കൊടുക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ യുക്രൈൻ അമേരിക്കയാണ് യുക്രൈന് ഫണ്ട് ചെയ്യുന്നത്, ആ മിലിറ്ററി ഫണ്ട് ചെയ്യുന്നത്. ഈ മിലിറ്ററി ഫണ്ട് ചെയ്യുമ്പോൾ അമേരിക്ക യഥാർത്ഥത്തിൽ യുക്രൈന് നേരിട്ട് പൈസ കൊടുക്കുകയല്ല, മറിച്ച് അമേരിക്കൻ മിലിറ്ററി വ്യവസായികൾക്ക് അമേരിക്ക കാശ് കൊടുക്കുന്നു. ശേഷം അമേരിക്ക കൊടുത്ത ആ കാശ് അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? നേരെ യുക്രൈനിൽ പോയി അവര് ആയുധങ്ങൾ കൊടുക്കും. യുക്രൈൻ എങ്ങനെ ആയുധങ്ങൾ കൊടുത്തിട്ട് യുക്രൈന് തിരിച്ച് ഈ ആയുധം വാങ്ങിക്കാൻ പൈസ വേണ്ടേ? അപ്പൊ യുക്രൈന്റെ 60% ഓയിൽ റിസോഴ്സുകളും കൃഷിഭൂമിയും അടക്കം ഈ മിലിറ്ററി ഇൻഡസ്ട്രിയിലെ വ്യവസായികൾ വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ചൈന ചബഹർ തുറമുഖമൊക്കെ പാട്ടത്തിനെടുത്ത പോലെ അങ്ങനെ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. യുക്രൈൻ ഇപ്പൊ അങ്ങനെ ചെയ്ത് യുക്രൈനിൽ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. യുക്രൈൻ മുടിഞ്ഞ് കുത്തുവാള എടുത്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. റഷ്യ ആണെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് യുക്രൈനെ മുഴുവനായിട്ട് ലാൻഡ് ലോക്ക് ആക്കി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി സെലൻസ്കിയെ കാണാൻ പോകുന്നതും, അതിനുശേഷം നരേന്ദ്രമോദി സെലൻസ്കിയെ കാണാൻ പോകുന്നത് വെറുതെ അല്ല, ഒരുപാട് ഡിസാസ്റ്റർ റേറ്റ്സ് കൊണ്ടാണ് നരേന്ദ്രമോദി പോകുന്നത്. പോരാത്തതിന് നമുക്കറിയാം യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഇന്ത്യക്ക് പല ഘട്ടങ്ങളിലും അനുകൂലമായിട്ടൊന്നും നിന്ന രാജ്യമല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാലോ മോദിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവരി ഡിസാസ്റ്റർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് കാണുന്നത് മനുഷ്യനാണ്. ഇപ്പൊ കോവിഡ് വന്നപ്പോൾ പോലും നമ്മൾ ആ വാക്സിൻ ഉണ്ടാക്കി കയറ്റി അയച്ച രാജ്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് നരേന്ദ്രമോദി ഒരു പ്ലാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അതായത് ഈ ഘട്ടത്തിൽ യുക്രൈൻ ഒരു കൈത്താങ്ങ് നമുക്ക് കൊടുക്കാം
കൊടുത്തു കഴിഞ്ഞാൽ യുക്രൈൻ ഇപ്പൊ സാമ്പത്തികമായിട്ട് തകർന്ന, കാരണം നമ്മൾ അത് എല്ലാ രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. കാരണം ശ്രീലങ്ക സാമ്പത്തികമായിട്ട് തകർന്നപ്പോഴും നമ്മൾ ശ്രീലങ്കയെ സഹായിച്ചു. ബംഗ്ലാദേശ് നാളെ സഹായം ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. അഫ്ഗാനിസ്ഥാൻ തകർന്നപ്പോഴും നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ചൈനയെ പോലെ ഡെപ്രാപ്പിപ്പെടുത്താതെ സഹായഹസ്തം വെച്ച് നീട്ടിയിട്ട് രാജ്യങ്ങളെ സുഹൃത്തുക്കളാക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ നരേന്ദ്രമോദിക്ക് ഉള്ളതായിട്ട് തോന്നുന്നു? അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടല്ലോ. അങ്ങനെ ഒരു പ്ലാനും കൊണ്ടാണല്ലോ അദ്ദേഹം ഉക്രൈനിൽ പോയത്. അദ്ദേഹം ഉക്രൈനിലേക്കല്ല ആദ്യം പോയത്, അദ്ദേഹം പോയത് പോളണ്ടിലേക്കാണ്. പോളണ്ടിലേക്ക് പോളണ്ടിലേക്കാണ്. നമ്മുടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്ന തന്നെ 45 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്തുകൊണ്ട് മോദി പോളണ്ടിൽ പോയി എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പോളണ്ടിൽ എന്തുണ്ടേ ഉണ്ട് എന്ന് നമുക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും. അവിടെ റഷ്യയുമായിട്ട് ആദ്യം ഡിസ്കഷൻ നടത്തിയത് നരേന്ദ്രമോദിയാണ്. റഷ്യയുടെ ആവശ്യം എന്താണ്? പോളണ്ടിൻ വഴി ഇതിനകത്ത് മറ്റവരുടെ ആക്രമണം ഉണ്ടാകരുത്. അതുകൊണ്ട് പോളണ്ടിനെയാണ് അതെ. തളയ്ക്കേണ്ടത്, ഉക്രൈനെ അല്ല. ഉക്രൈനെ തളയ്ക്കാൻ റഷ്യക്ക് ഈസിയാണ്. അപ്പൊ പോളണ്ടിനെ തളയ്ക്കണം. അപ്പൊ എന്താണ് മോദി ആദ്യം ചെയ്ത്? പോളണ്ടിൽ പോവുകയായിരുന്നു. പോളണ്ടിൽ പോയിട്ട് എന്ത് മോദി സംസാരിച്ചു എന്നുള്ളതല്ല, പോളണ്ടിന്റെ ഭരണാധികാരികൾ പിറ്റേ ദിവസം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പത്രസമ്മേളനം. ഉം, അതിൽ പോളണ്ട് ഉം, പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്ത്യക്ക് ഞങ്ങളെ ഒരുപാട് സഹായിക്കാൻ കഴിയും, ഞങ്ങളെ രക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയും, കാരണം അവരൊരു വലിയ രാജ്യമാണ്, അവിടെ വലിയ വിപണിയുണ്ട്, അവരുടെ ഒരുപാട് ടെക്നിക്സുകൾ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും എന്ന് പോളണ്ട് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ നൽകിയിരിക്കുന്ന ഒരു വലിയ ഓഫർ ഉണ്ട് ഇന്ത്യ. കാരണം ഉം, ഇപ്പൊ പോളണ്ടിലെ സാധനം അമേരിക്കക്ക് കയറ്റിവിടാൻ പറ്റില്ലല്ലോ. അത് ഇന്ത്യയെ ഉം, പോലൊക്കെ ഒരു രാജ്യത്ത് കയറ്റിവിടാൻ പറ്റും. പോളണ്ടിന് ഇപ്പൊ അമേരിക്കയുടെ സഹായത്തെക്കാൾ ഉപരി ഇന്ത്യയെ പോലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലായാലും മറ്റ് വികസനങ്ങളുടെ കാര്യത്തിലായാലും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിന് സഹായം അനിവാര്യമാണ്. ഇവിടെ കലവറയില്ലാത്തൊരു സഹായമാണ് കൊടുക്കുന്നത്. അതായത് പലിശ പോലും ഇല്ലാത്ത ഒരു ഫണ്ടിങ്ങിലൂടെയാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ചൈനയും മറ്റേ ഏത് രാജ്യങ്ങളും ഒരു രാജ്യത്തിന് ഫണ്ട് ഇറക്കുമ്പോൾ അതിൽ പലിശ കൂടെ ചേർത്ത് വെച്ചിട്ടാണ് അവരത് മുതലാക്കുന്നതെങ്കിൽ, പലിശ പോലും ഇല്ലാതെ ഒരു ഓഫറാണ് ഇന്ത്യ മുമ്പോട്ട് പോളണ്ടിന് വെച്ചിരിക്കുന്നത്. അതോടുകൂടിയാണ് പോളണ്ട് ഒതുങ്ങുന്നതും ഈ സെലൻസ്കി പെടുന്നതും റഷ്യ ആക്രമണം കടുപ്പിക്കുന്നത്. അതായത് ധനുഷ് നേരത്തെ പറഞ്ഞ ഉക്രൈന്റെ നാലുപാടും അവരെ ലോക്ക് ചെയ്തു റഷ്യ. അതെപ്പോ ലോക്ക് ചെയ്തു എന്ന് വെച്ചാൽ അവർ പതുക്കെ പതുക്കെ ലോക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ റഷ്യയിലേക്ക് വരാൻ സാധ്യതയുള്ള നാറ്റോയുടെ ആക്രമണത്തെ പോളണ്ട് വഴി തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഉം, അതോടുകൂടിയാണ് ഇപ്പോൾ റഷ്യ കടന്ന് ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കറിയാം പോളണ്ട് അനങ്ങില്ല. കാരണം പോളണ്ട് അനങ്ങാതെ അമേരിക്കയ്ക്ക് അവിടെ വരാനും പറ്റത്തില്ല. അവിടെ അതെ. പോളണ്ടിനെ ഒതുക്കുന്നതിൽ മോദി വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ ഒരു ഒരു വലിയ വാർത്ത ഉം, തന്നെയാണ്. അതായത് ഇന്ത്യ അല്ല പറഞ്ഞത്, മോദി അല്ല പറഞ്ഞത്, പകരം പോളണ്ടിന്റെ ഭരണകൂടമാണ് പ്രസ്താവന നടത്തിയത്, ഞങ്ങൾക്ക് അതെ. ഇന്ത്യ അനിവാര്യമാണ് എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നേരെ അദ്ദേഹം വരുന്നത് എവിടെയാണ്? ഉക്രൈനിലാണ്. ഉക്രൈനിൽ വന്നിട്ട് അതിന്റെ കാര്യങ്ങൾ, കാരണം ഉക്രൈനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അവിടുന്ന് നമുക്ക് ചില ടെക്നോളജികളൊക്കെ ഉണ്ട്, ചില മെഷീനറീസും ഒക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. അത് നമ്മുടെ ഉം, വിദ്യാർത്ഥികൾ ഒരുപാട് പഠിക്കുന്നു, നമ്മുടെ ബിസിനസ്സുകാരുണ്ട്. അപ്പൊ അവിടെ വന്നിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചറിന് മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ നൽകാം. അതുകൊണ്ട് ഈ യുദ്ധം അതെ. മുമ്പോട്ട് കൊണ്ടുപോയാൽ നീ പെട്ടുപോകുമെന്ന് തന്നെയാണ് സെലൻസ്കിയോട് പറഞ്ഞത്. നീ പെട്ടു. ഉം, കാരണം ഈ അമേരിക്കൻ നോക്കി, കാരണം സെലൻസ്കിക്കും ഉക്രൈൻ ജനതയ്ക്ക് നന്നായി അറിയാം അമേരിക്കയാണ് തങ്ങളെ യുദ്ധത്തിലേക്ക് തള്ളി വിട്ടതെന്നും ഉം, അവർ തങ്ങളെ സഹായിക്കത്തില്ലെന്നും. ഇത് ആഭ്യന്തരപരമായ പ്രശ്നമുണ്ടാകും. അതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോ ഉക്രൈൻ വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകാൻ കഴിയുന്നില്ല. എനിക്ക് ഇപ്പോഴും ബലമായ സംശയമുണ്ട്, ഇത് ഉക്രൈൻ സൈന്യം തന്നെയാണോ ഈ ഡ്രോൺ ആക്രമണം റഷ്യയെ നടത്തുന്നതെന്ന്. കാരണം ഉം, ഉക്രൈനെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഉക്രൈന്റെ സേനയല്ല അവിടെ അടിക്കുന്നത്, ഉം, ISISന്റെ വിഭാഗത്തെ കൂടി ഈ യുദ്ധത്തിന് ഉക്രൈൻ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ഓ, വലിയ അത് ശരി. വാർത്തയായിരുന്നു. തീവ്ര ഉം, ഇസ്ലാമിസ്റ്റുകളുടെ വലിയ വിഭാഗം ഉക്രൈനിൽ എത്തിയിട്ടുണ്ട് റഷ്യക്കെതിരെ അടിക്കാൻ. കാരണം ഇപ്പം ഈ ISISന് വലുതായിട്ട് വളരാൻ പറ്റാത്ത രാജ്യങ്ങളിലൊന്നും റഷ്യയാണ്. അവിടെയാണ് ഇപ്പൊ ISIS പിടിമുറുക്കിയിരിക്കുന്ന ആക്രമണം നടത്തുന്നത്. അതിലൊരു വലിയ ഉം, വിഭാഗം ഉക്രൈൻ സൈന്യത്തോടൊപ്പം ചേർന്നിരിക്കുകയാണ്. മറ്റേ സിറിയയിൽ നിന്നും അവിടെ നിന്നൊക്കെ ഉം, 10,000-കണക്കിന് പേരാണ് ഈ വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ചാടിക്കിടക്കുന്നത്. ഉം, ഇവരാണോ ഈ ഡ്രോൺ അറ്റാക്ക് ചെയ്യുന്നതെന്ന് ഉള്ള ഒരു സംശയം നമുക്ക് തോന്നുന്നുണ്ട്. ഉം. കാരണം ഒരു സൈന്യത്തിന്റെ ഒരു രീതി അല്ല പോകുന്നത്. കാരണം ഇപ്പൊ ഈ അതെ, അതെ. യുദ്ധം ഒരു യുദ്ധം നടക്കുമ്പോൾ ഏത് യുദ്ധത്തിനായാലും അതിനൊരു ധർമ്മമുണ്ട്, ഒരു ലോ ഉണ്ട്, ഉം, യുദ്ധ നിയമങ്ങളുണ്ട്. ആ നിയമം അതെ. അനുസരിച്ച് ഈ ആണവ നിലയങ്ങൾക്കൊന്നും നേരെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇവിടെ കാണുന്നത്, ഇന്ന് രാവിലെ കേട്ട വാർത്ത, ഈ ആണവ നിലയങ്ങൾക്കടുത്ത് ഡ്രോൺ ആക്രമണം ഉണ്ടായെന്നാണ്. കാരണം ആണവ നിലയങ്ങൾ ഉം, ഒരു സൈന്യത്തിന് ആക്രമിക്കണമെങ്കിൽ ഡ്രോണിന്റെ അറ്റാക്കിന്റെ ആവശ്യമില്ല. അവർക്കത് ഉം, ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ റഷ്യയിലേക്ക് അവരുടെ 38 നിലയുള്ള ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് ഒരു ഡ്രോൺ അറ്റാക്ക് നടന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ഈ ഒരു സംഘം കൂടി ഉണ്ട്. അത് മൂടി വെച്ചിരിക്കുന്നു മാധ്യമങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ ഉം, തെരഞ്ഞു നോക്കൂ, ഇന്റർനാഷണൽ വാർത്ത തെരഞ്ഞു നോക്കൂ, ഉക്രൈന്റെ ഉം, വാറിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന്, എത്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ അതിനകത്തുള്ളത്. അപ്പോ ഉം, ഇതാണ് ഇതിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നത്. അത് സെലൻസ്കിക്കും അറിയാം. ഇതിന്റെ ഒരു കാരണം അവർക്ക് ഈ വരുന്ന ഭീകരന്മാരെ സംബന്ധിച്ച് അവർക്ക് വലിയ എന്താണ് പറയുക, നിലപാടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരിവിടെ വരുന്നു, ഉം. ഒരു യുദ്ധം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ചെയ്തിട്ട് പോകും. പോയി കഴിഞ്ഞാൽ ഇതിൽ അനുഭവിക്കേണ്ടി വരുന്ന ആരാ?
ഉക്രൈനാണ്. ഇനിയിപ്പോ ഉക്രൈൻ അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ അവസ്ഥയും ഇതിന്റെ ഒരു ഭാഗമുണ്ട്. ഏതാ ഈ ഭീകരവാദത്തിന്റെ. ഈ വന്നിരിക്കുന്ന ടീമൊക്കെ യുദ്ധം കഴിഞ്ഞാൽ അവിടുന്ന് പോകുമെന്ന് തോന്നുന്നില്ല ഉടനെ ഒന്നും. അവരുണ്ടാക്കുന്ന പൊല്ലാപ്പുകള്, പിന്നെ ഉക്രൈനിലെ ജനങ്ങൾ അനുഭവിക്കുക. ഇപ്പൊ തന്നെ അവർ ഭയങ്കരമായി വയലന്റ് ആണ്. ഏത് നിമിഷവും അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാം, അല്ലെങ്കിൽ വലിയ സംഘർഷം പൊട്ടിപ്പുറപ്പെടാം. ഇങ്ങനൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ മോദി ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിനുശേഷം സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയാലും, പോളണ്ടിന്റെ ഭാഗത്ത് നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് ആയാലും, അതിനുശേഷം പ്രധാനമന്ത്രിയുടെ നമ്മുടെ മോദിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന എക്സിലെ പോസ്റ്റ് ആയാലും ഒക്കെ കാണിക്കുന്നത് സമാധാനത്തിലേക്ക് നീങ്ങുക. പക്ഷെ അതിനു മുമ്പ് ഇവർ അടിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഇനി ഒരു തല പൊക്കാൻ അവർ അനുവദിക്കില്ല. അവരെ സംബന്ധിച്ച്, റഷ്യയെ സംബന്ധിച്ച് ഇനിയിപ്പോ ഒരു ഉക്രൈൻ അവർക്കൊരു തലവേദനയായിട്ട് മുമ്പോട്ട് വരിക എന്നുള്ളത്, കാരണം റഷ്യയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ അവർക്ക് സ്ഥിരം. ചെച്ചനിയായിട്ട് അവർ എത്ര കാലം അടിച്ചിരുന്നു. അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് പോയവരാ ചെച്ചനിയ. അവിടെയും ഈ ഭീകരവാദികൾ തന്നെയായിരുന്നു അവർക്ക് പ്രശ്നമാണ്. അവര് ചുറ്റോട് ചുറ്റും കിടക്കുന്നവരോടൊക്കെ ജോർജിയ അവരടിക്കാത്തവരൊന്നും ചുരുക്കമാണ്. അതുകൊണ്ട് അവർക്കൊരു വിഷയമല്ല. അവരൊരു ശക്തമായ ഒരു അടി ഉണ്ടാകുന്നത്. ഇതാണ് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ലൈൻ. ഒരിക്കലും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈ യുദ്ധത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഇതുവരെ ആരും പറയുന്നില്ല. എന്താണ് അത് പറയാത്തെന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടോ. ഞാനും ഇപ്പോഴും അതറിയുന്നു. അതൊരു വലിയ വാർത്തയാണ്. അത് തുടങ്ങിയ കാലം മുതലേ ഉണ്ട് ഇവന്മാര്. അവിടെയാണ് ഇതിനകത്ത്. അതിന്റെ ഇടയ്ക്ക് റഷ്യയിൽ 2 ആക്രമണം നടത്തിയില്ല ISIS. 3 പേരെ കൊലപ്പെടുത്തുന്ന ഒരു ആക്രമണം, 2 പേരെ കണ്ട് പിടിച്ചു എന്ന് തോന്നുന്നു, നടത്തിയില്ലേ? അതൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ISIS ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 2 ഭാഗങ്ങൾ, ഒന്ന് റഷ്യ, ഒന്ന് ചൈനയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇവിടെ കടന്നു കയറി കഴിഞ്ഞാൽ അവർക്ക് അതൊരു വലിയ മൈലേജ് തന്നെയാണ്. IS ഭീകരർ പൊട്ടിത്തെറിച്ചാലും മതി, ഒരാൾ മതി. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അത് ഡൗട്ട് ചോദിക്കുന്നത് വളരെ ന്യായമായിട്ടുള്ള ഡൗട്ടാണ്. അതായത് നമ്മള് ഇപ്പോ പല രാഷ്ട്രീയ വിദഗ്ധരും പറയുമ്പോഴും എനിക്ക് ആ ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അതായത് IS റഷ്യയിലും ചൈനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബിചേട്ടൻ പറയുന്നു. അപ്പോ റഷ്യയിലും ചൈനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ISനെ വേരോടെ പിഴുതു കളയാൻ ശേഷിയുള്ള രാജ്യങ്ങളാണ്. ഒരു പക്ഷേ അതിന് പിന്നാൽ അമേരിക്ക ആയിരിക്കും. കാരണം അമേരിക്കയാണല്ലോ ഈ വലിയ വലിയ രാജ്യങ്ങൾക്കെതിരെ ഭീകരവാദികളെ വളർത്തിവിടുന്ന രാജ്യം. എന്തുകൊണ്ട് IS ഇന്ത്യയിൽ വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല? ഉണ്ടായിരിക്കാം, സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ത്യ ISന് ആക്സസ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു രാജ്യമല്ലേ? കാരണം തൊട്ടടുത്ത് പാകിസ്ഥാനുണ്ട്, മുകളിൽ അഫ്ഗാനിസ്ഥാനുണ്ട്, ഇപ്പുറത്ത് ബംഗ്ലാദേശ് തകർന്നു കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ? എന്താണ് അതിന്റെ കാരണം? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്സോ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രതിരോധമോ ഉണ്ടോ? അല്ല, അതിനകത്ത് ഈ ISന്റെ ഒരു മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടുത്തെ കാണിക്കുന്ന ഈ ഭീകരന്മാരുടെ സൈലന്റ് ആയിട്ട് നിന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് ഒരു വിഭാഗം ചെയ്യുന്നത്. മറ്റൊരു വിഭാഗം ഇവരെ സംബന്ധിച്ച് ഈ ഇന്ത്യയിലെ ഓരോ ഭീകര സംഘടനകൾക്ക് ഓരോ രാജ്യത്തും ഓരോ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ സിൻജിയാൻ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ ഭീകരർ ഉള്ളത്, ചൈനയിലെ സിൻജിയാൻ പ്രവിശ്യയിൽ. ആ പ്രവിശ്യയിൽ അവർ ഉയ്ഗുറുകളെ വെച്ചിട്ടുള്ള കളിയാണ് കളിക്കുന്നത്. റഷ്യയിലാണെന്നുണ്ടെങ്കിൽ പല ഭാഗത്തും ISന്റെ ഒരു വലിയ ഇത് തന്നെയുണ്ട്. അവർ ഓരോ സ്ഥലത്തും. ഇന്ത്യയിൽ അവർ ഓപ്പറേഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ അവർ ഡയറക്റ്റ് വരാതെ ISന്റെ മൊഡ്യൂളുകൾ, അവരെ അറസ്റ്റ് ചെയ്തിരുന്നു പൂനെയിലൊക്കെ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ്. അത്തരം മൊഡ്യൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് മറ്റ് ഭീകര സംഘടനകളിലും മറ്റ് NGO-കളിലും കടന്നു കയറിക്കൊണ്ട് ഒന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, ഒന്ന് രാജ്യത്ത് കലാപം ഉണ്ടാക്കുക. അതായത് ഒരു ബോംബ് പൊട്ടുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു കലാപം ഉണ്ടാക്കി 10 പേരെ കൊല്ലുന്നത്. അപ്പൊ അതിന് വലിയ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ഇതില്ല. അപ്പൊ അത്തരത്തിലുണ്ടാക്കുക, വിഘടനവാദ പ്രവർത്തനം ഇതിലേക്ക് ഉണ്ടാക്കുക. കാരണം എന്തുകൊണ്ടാണ് ISIS ഇന്ത്യയിൽ വലിയ വിപുലമായ ഒരു പ്രവർത്തനത്തിന് പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ച് സായുധ വിപ്ലവം, അതിനൊരു സ്കോപ്പ് ഇന്ന് ഇന്ത്യയിലില്ല. സായുധ വിപ്ലവത്തിന് തോക്കെടുക്കാൻ പോയ മാവോയിസ്റ്റുകളെ മൊത്തത്തെ തീർത്ത് കളഞ്ഞിരിക്കുന്നു. 2026 ആകുമ്പോൾ ഇനി മാവോയിസ്റ്റ് ശല്യമേ ഈ രാജ്യത്ത് ഉണ്ടായില്ല. ഏതാണ്ട് 95% കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു വാറിന് ഒരു സ്കോപ്പ് ഇന്ത്യയിലില്ല. അങ്ങനെ ഒരു വാറിന് സ്കോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ എന്നേ വാർ ഉണ്ടാക്കിയാണ്. അവർ ഭയങ്കര ശക്തമല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഘടന അവരത് ഹെൽപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരുന്നതിന്റെ കാര്യം തന്നെ ഇങ്ങനെയൊക്കെയായിരുന്നു. അതായത് ഈ ISന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സായുധ വിപ്ലവം ഉണ്ടാക്കുക. അവിടെ അവര് പറയുന്ന ഇസ്ലാമിക രാജ്യമാണെന്നാണ്. അത് ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അത് ഇസ്ലാമിക രാജ്യമാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഈ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ഒരു സാധ്യത ഇന്ത്യയിൽ നിലവിലില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു വിഷയം. അപ്പം അവരെന്താണ് ചെയ്യുന്നത്? അവർ ഈ രീതിയിൽ എല്ലാ രാജ്യത്തും അവരുടെ വേരുകളുണ്ട്, അവരുടെ മൊഡ്യൂൾസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഈ ചൈന, റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ അവർ കടന്നു കയറി ഒരു ചാവേറാക്രമണം നടത്തി കുറച്ചുപേരെ കൊന്നാൽ പോലും ISISന് കിട്ടുന്ന മൈലേജ് ചെറുതല്ല, വലിയ വലിയ മൈലേജാണ്. അവരത് ചെയ്തിട്ടുള്ളതാണ്. 2014 ചൈനയില് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ അവർ ആക്രമണം നടത്തി 33 പേരെ കൊന്നില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇല്ല എന്നല്ല, ഉണ്ട് ഇവരെല്ലായിടത്തും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഇത്. കാരണം ഈ യുദ്ധത്തിനകത്ത് എല്ലാവരും മൂടി വെക്കുന്നതും ഈ ഉക്രൈനെ പിന്തുണച്ചുകൊണ്ട് വലിയൊരു വിഭാഗം ഇവിടെ കിടന്ന് ഈ എന്താണ് പൂണ്ട് വിളയാടുന്നതിന്റെ പിന്നിൽ ഇങ്ങനെ ചില കഥകളോടുണ്ട്. അതും കൂടെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ ആരും പറയാൻ തയ്യാറാകത്തില്ല. കാരണം നമ്മുടെ രാജ്യവും നമ്മളൊക്കെ എപ്പോഴും മതേതരത്വത്തിന്റെ ആൾക്കാരാണ്.
അതുകൊണ്ടാണ്. ഉം. അതാണ് അതിനകത്ത് ഒരു പ്രധാന വിഷയം. അതെ, എന്തിരുന്നാലും പോക്കോ വാൻഷ് അല്ലെ, അത് വീണാൽ അതെ. യുക്രൈൻ തീർന്നു എന്നാണ് ബിജുചേട്ടൻ പറയുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം ഉടനെ തന്നെ തീരും എന്നാണ് നമ്മളും മനസ്സിലാക്കുന്നത്. കാരണം തീരാതിരിക്കേണ്ടത് അമേരിക്കയുടെ ഒരു ആവശ്യമാണ്. പക്ഷെ ഈ യുദ്ധം ഉടനെ ഒത്തുതീർപ്പാക്കേണ്ടത് ലോക ജനതയുടെയും ഇന്ത്യയുടെയും, പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു ആവശ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ പോളണ്ടിനെ തളച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതുവഴി നാറ്റോ സൈന്യം കടക്കാനുള്ള ഇതില്ല. അതുകൊണ്ട് തന്നെ റഷ്യ ഇപ്പൊ ശക്തമായി യുക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒഡേസ തുറമുഖം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്ക് ബ്ലാക്ക് സീയിൽ യാതൊരുവിധ സ്വാധീനവും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അതോടുകൂടി റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കും എന്നാണ് പല നയതന്ത്ര വിദഗ്ധരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ ആകട്ടെ എന്നുള്ളത് വേറൊരു കാര്യം. അതിന്റെ ഇടയിൽ യുക്രൈനിൽ ബിജേട്ടൻ പറഞ്ഞ പോലെ ഒരു വലിയൊരു കലാപം പുറപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ ടെററിസ്റ്റുകൾ അടക്കമുള്ളവർ യുക്രൈനിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയ ഒരു രാജ്യത്തും ജനങ്ങൾ മനസമാധാനത്തോടെ ജീവിച്ച ചരിത്രമില്ല. അത് തന്നെയാണ് ഇപ്പൊ ജർമ്മനിയിലും ബ്രിട്ടനിലും എല്ലാം ഉണ്ടായിരിക്കുന്ന കലാപങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ യുക്രൈൻ ആ ഗതി വരാതിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു ബിജേട്ടൻ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.